പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും ഈ ശുശ്രൂഷയിലേക്ക് ഹൃദയമായ സ്വാഗതം. എല്ലാവർക്കും പ്രാർത്ഥന നിർഭരമായ സുപ്രഭാതം. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥന ആവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഡെയിലി ബ്രെഡിൻ്റെ കൂടെ നമ്മൾ വിളിക്കുന്ന പേര് അവർ ഡെയിലി ബ്രെഡ് എന്ന്. അത് കർത്താവ് അന്നു വേണ്ട ആഹാരം കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. അപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനയോട് ചേർന്നാണ് നമ്മൾ ഇന്നത്തെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പേര് അവർ ഡെയിലി ബ്രെഡ് വിളിക്കാൻ കാരണം. അന്ന് വേണ്ട ആഹാരത്തിൻ്റെ പ്രെയർ കൺസെപ്റ്റ് കർത്താവിൻ്റെതാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ്. കർത്താവ് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിലെ രോഗികൾ സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിലെ
ജീവിത ഭാരങ്ങളിൽ ഇരിക്കുന്നവരെ ഈ പ്രാർത്ഥന കൊണ്ട് പ്രത്യേക ആശ്വാസം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാധാരണ ആശുപത്രിയിൽ നിന്ന് ചികിത്സിച്ചിരുന്നവരെ ആ ചികിത്സയുടെ കുറവ് കാരണം വലിയ ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തങ്ങൾക്ക് സംഭവിക്കുന്ന വിഷയത്തെക്കുറിച്ച് അപരാധികളും സാമ്പത്തികവും അല്ലെങ്കിൽ അപരിചിതമായ സ്ഥലത്തേക്ക് പറിച്ചു മാറ്റപ്പെടുമ്പോഴുണ്ടാകുന്ന വേദനയും, ആര് കൂടെ നിൽക്കും, ആര് സാമ്പത്തികമായി സഹായിക്കും, അങ്ങനെ ഓരോരോ കാര്യത്തെക്കുറിച്ച് ആന്തരികമായ വേവലാതി കൊള്ളുന്നവരെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥന അവർക്കുള്ളതാണ്. ഞാൻ ഇന്ന് അർപ്പിച്ച കുർബാന പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അതിജീവിക്കുവാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗർഭിണികളായ മക്കളുണ്ട്, അമ്മമാർ, അവിടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ടെർമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അവർക്കുണ്ടാകുന്ന ആത്മസംഘർഷങ്ങളെ പറഞ്ഞ് ഒതുങ്ങുന്നതല്ല. ഓരോരോ രോഗത്തെക്കുറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ തങ്ങൾ ഈ രോഗം കൊണ്ട് ഇനി വലയാൻ പോവുകയാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരുടെ മേൽ, ഓപ്പറേഷന് പേര് നിശ്ചയിച്ചിരിക്കുന്നവരുടെ മേൽ, അവരുടെ ഭവനങ്ങളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയും കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അൾത്താരെ നടത്തിയിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിസ എക്സ്പയർ ആവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും വിസ അടിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. കർത്താവെ, അങ്ങയുടെ പീഡാനുഭവത്തെ ഓർത്തും പഞ്ചക്ഷതങ്ങൾ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ദൃശ്യനെ സ്വീകാര്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുടി കൊഴിയുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് കർത്താവെ. അങ്ങനെ എല്ലാവരും അങ്ങ് കണ്ണുകളെ സ്പർശിക്കണമേ. മൂക്കിൽ ദശ വളരുന്നവർ, ആന്തരികമായ അഭാവങ്ങളിൽ ശിഷ്ടമുള്ളവരെ, കർത്താവ് ഞരമ്പുകൾ ബ്ലോക്കുള്ളവരെ എല്ലാവരെയും സമർപ്പിച്ച്, മുഴകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ, ജോലിക്ക് പോയി ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്നവരെ, 9 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും തോറ്റുപോയവരെ, അങ്ങനെ പല എഴുത്തുകൾ, പല പരീക്ഷകൾ, പല ഇൻ്റർവ്യൂവിന് അവസാനം മനസ്സും അടിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും ഒരു എത്തും പിടിയില്ലാതെ തന്നോട് തന്നെ ദേഷ്യം, എല്ലാവരുടെയും ദേഷ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്തവർ, ദൈവത്തോട് മാനസികമായ അകൽച്ചയുള്ളവർ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യട്ടെ. കർത്താവ്, കാർഷിക മേഖലകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദിവസം ജോലിക്ക് പോകുന്നവരെ, ദിവസം ജോലി ഇല്ലാത്തവരെ, വല്ലപ്പോഴും കൂടെ ഒരു ജോലി കിട്ടുന്നവരെ, അതുകൊണ്ട് കുടുംബം കഴിയാൻ പറ്റാത്തവർ, സാമ്പത്തിക ബാധ്യതയും കടകളും ഉള്ളവരെ, മാർച്ച് മാസം ജപ്റ്റിന് അവിടെ വന്ന് കിടക്കുന്നവരെ, ഇങ്ങനെ എല്ലാ തരങ്ങളിലും വേദന അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കൾ, കർത്താവ്, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ, പരീക്ഷ എഴുതി തീർന്ന മക്കൾ, അവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ, യോഗ്യതാ പരീക്ഷ, മത്സര പരീക്ഷ, അങ്ങനെ ഓരോ പരീക്ഷകളിലെയും കർത്താവെ അവരുടെ പെർഫോമൻസ് വളരെ പൂവറായിട്ടുള്ളവരുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് നിൻ്റെ കൃപ കൊണ്ട് മാത്രമേ അങ്ങനെ രക്ഷപ്പെടത്തുള്ളൂ. കർത്താവ്, അനുദപിക്കുന്ന എല്ലാവരും മേലും നിൻ്റെ അനുഗ്രഹം നൽകണം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ വിവാഹിതരെ, വിവാഹത്തിന് ഒരുങ്ങുന്നവർ, ജീവിതത്തിൽ പൊട്ടലും ചീറ്റലും ഉണ്ടായിട്ട് ഡൈവേഴ്സിന് ഒരുങ്ങുന്നവർ, ഡൈവേഴ്സ് ആയവർ തിരിച്ചൊന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ ലക്ഷോപലക്ഷം മനുഷ്യർ കർത്താവെ ഓരോരോ ജീവിത പ്രതിസന്ധികൾ വിഷമിച്ച് ജീവിക്കുന്ന കച്ചവടക്കാർ, തങ്ങൾക്കുള്ള കാർഷിക വിഭവങ്ങൾ വിറ്റുമാറ്റാൻ പറ്റാത്തവർ, കാർഷിക വിഭവങ്ങൾ കടന്നുപോയവർ, അതിൻ്റെ പേരിൽ തന്നെ പാട്ടത്തിനെടുത്ത് പൈസ വിലക്ക് പലിശ കൂടുന്നവരെ, കർത്താവ്, അങ്ങനെയൊക്കെ പലിശ കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇത് വിറ്റ് മാറ്റിയാലും കടക്കാരെ നിലനിർത്താൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ അടുത്ത വിളവെടുപ്പിന് വേണ്ടിയുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നവർ, മടുത്ത് തീർന്ന് തുലച്ച് എന്ത് ജീവിതമെന്ന് ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവർ, കർത്താവേ, നീ അവരുടെ കരുണ തോന്നെ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, എൻ്റെ കർത്താവ്, വഴിയില്ലാത്തവർ, നടവഴി പോലും നഷ്ടപ്പെട്ടവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, മദ്യലഹരിയിലും രാസലഹരിയിലും ഒക്കെ അടിപ്പെട്ടു പോയ കുടുംബങ്ങൾ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവിടെ മേൽ ചിന്തമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ചിലർ മുല്ലപ്പൂ നറുമണം അനുഭവിക്കുന്നവരുണ്ട് മാതാവിൻ്റെ സാന്നിധ്യമായി. ചിലർ മഴവില്ല് കാണുന്നവരുണ്ട്. ചിലർ മാതാവിൻ്റെ സ്വപ്നം കാണും.
അപ്പം അങ്ങനെ ഓരോരോ രീതിയിലുള്ള സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. ദൈവമാതാവിൻ്റെ പ്രസൻസ് അനുഭവിക്കുന്ന ഒരു മാധ്യസ്ഥ നിനക്ക് വേണ്ടി ദൈവദർശനതയിൽ മാധ്യസ്ഥം വഹിക്കാൻ ഒരാളുണ്ടെന്നുള്ള ഉറപ്പ് നിനക്ക് നൽകുന്നത് ഈ മുല്ലപ്പൂ സുഗന്ധങ്ങളിലൂടെയും മഴവെയിലിൻ്റെ ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയൊക്കെയാണ്. അത്തരം പ്രസൻസിന് ഉപയോഗപ്രദമായ ഒരു വചനമാണ് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട വചനമാണ്. അല്ലാതെ അത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വചനമാണ്. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. നമ്മൾ എപ്പോഴും പറയണതല്ലേ, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ അവിടെ ഉണ്ടാകുമെന്ന്. അപ്പോൾ ദൈവത്തിന് വാക്ക് പാലിക്കും. പക്ഷെ നമുക്ക് അനുഭവവേദ്യമാകുക എന്നുള്ളത് ഇറ്റ്സ് അനദർ തിങ്. ദൈവം നമ്മളുടെ കൂടെ ഉണ്ട്. ഇപ്പം കർത്താവിനെ എന്താ പറഞ്ഞത്? ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ അതിന് പൊള്ള വാക്കുകളോ പൊട്ട വാക്കുകളോ ഒന്നും പറയത്തില്ല, പൊയ് വാക്കുകളൊന്നും പറയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സത്യവേദ പുസ്തകം എന്ന് വിളിക്കുന്നത്. കർത്താവിൻ്റെ വചനം സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ കർത്താവിൻ്റെ 2 വാഗ്ദാനങ്ങൾ എന്താണ്? കാലത്തിൻ്റെ അവസാനം വരെ. വായിച്ചേ, മത്തായി 28:20. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കർത്താവ് നൽകിയ അന്ത്യവാഗ്ദാനമാണ്. പഴയ നിയമത്തിലെ ഇതേ വാഗ്ദാനങ്ങളുണ്ട്. ഉടമ്പടിയുടെ പ്രധാന പ്രമേയങ്ങളൊന്നാണ് ജോഷുവ 1:9. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല, ഒത്തുതീർപ്പില്ലാത്ത വാഗ്ദാനമാണ്. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താ? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കാണാതെ നമ്മൾ വിശ്വസിക്കണം. ചിലത് നമുക്ക് കണ്ട് വിശ്വസിക്കുകയും ചെയ്യാം. 2 തരത്തിൽ ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാം. ഒന്ന്, കാണാതെ വിശ്വസിക്കാം. രണ്ടാമത്തത്, കണ്ട് വിശ്വസിക്കുക. ഇത് 2ൻ്റെയും ആൾ ആരാണ്? തോമാശ്ശേരിയാണ്. നമ്മൾ കാണാതെ വിശ്വസിക്കുന്ന കാര്യം പറയുമ്പോൾ മാത്രം തോമാശ്ശേരിയെ പ്രതിയാക്കും. അതല്ല, കണ്ട് വിശ്വസിക്കാൻ ഒരു ശിഷ്യന് അവകാശമുണ്ട്. യോഹന്നാൻ 20:29. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ കാണാതെ ആണെങ്കിലും ചില ആൾക്കാർ നല്ല വിശ്വാസ വ്യാപ്തി പ്രാപിച്ചവരായിരിക്കും. അവരതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കും. ആരാണ് വിശ്വാസത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്? അവരാണ് വിശ്വാസ വ്യാപ്തി പ്രാപിച്ചവർ. ഇപ്പം കൃപാസനം പത്രം തന്നെ ചില ആൾക്കാർ വെയിലത്തെ കൊണ്ടു നടന്നിട്ട് പറഞ്ഞ് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് അവർക്ക് ബോധ്യം വരുന്നവരെ പറയുന്ന ആൾക്കാരുണ്ട്. അത് അവർക്ക് വിശ്വാസ വ്യാപ്തിയാണ്. ചില ആൾക്കാർ ദൈവത്തെക്കുള്ള അവരെക്കുറിച്ച് ചിന്തിക്കും. അയ്യോ, എന്നെക്കുറിച്ച് ആൾക്കാരെന്ത് വിചാരിക്കും ഞാനിങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ദൈവത്തെക്കാൾ ഉപരി നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മൾ തന്നെയല്ലേ? അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഭജന എപ്പോഴും പറയണത്, നിങ്ങൾ ദൈവത്തെ ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കണം. കാര്യം പലപ്പോഴും നമ്മുടെ ദൈവം നമ്മൾ തന്നെയായിരിക്കും. ഇപ്പം നിങ്ങളൊരു അടയാളം കാണണമെന്ന് ആഗ്രഹിക്കണില്ലേ? അടയാളം കാണണമെന്ന് കർത്താവ് അടയാളം ചോദിക്കുന്നവരെ ശാസിക്കുന്നില്ലേ? നീ തലമുറ അടയാളം അന്വേഷിക്കുന്നൊക്കെ പറയത്തില്ലേ? നിങ്ങൾ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയത്തില്ലേ? കാണാതെ വിശ്വസിക്കുന്നവരെ ഭാഗ്യവാന്മാർ ഇപ്പോൾ പറഞ്ഞില്ലേ? അപ്പോഴീ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നവരോട് ഈശോ വളരെ ഒരു യുദ്ധകാല നടപടിക്രമങ്ങളാണ് ചെയ്യണത്. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ അടയാളം കാണിക്കാൻ കഴിയുന്നത്. ആ കാനയിലെ വീട്ടുകാരന് അനുതാപമില്ല, അറിവ് പോലും ഇല്ല. ആരാണ് വീട്ടിൽ വന്നതെന്ന് പോലും ഒക്കെ ഐഡിയ ഇല്ല. അയാൾക്ക് അനുതാപമില്ല. അപ്പോൾ അയാൾക്ക് അനുതാപം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് സമയമായില്ലെന്ന് പറയത്തില്ലായിരുന്നു. അപ്പോൾ സമയമാക്കുന്നത് എന്താണ്? അനുതാപമാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സമയം സമാധാനമാക്കുന്നത് എന്താണ്? അനുതാപമാണ്. അതുകൊണ്ട് തന്നെ നോൻപ് കാലത്ത് അനുദപിക്കുക, വിശ്വസിക്കുക, ദൈവരാജ്യം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.